ഷൈജാൽ, താങ്കൾ ഈ വിഷയത്തിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം, അവരുടെ ഈ കാര്യത്തിലുള്ള അവരുടെ ഒരു മനസ്സ്, ഇക്കാര്യങ്ങളൊക്കെ താങ്കളൊന്ന് അന്വേഷിച്ചിരുന്നു? ബി ജെ പിയോട് അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തോട് കാണിക്കേണ്ടുന്ന അതും ഏറ്റവും ആവശ്യമായ ഘട്ടത്തിൽ അവിടെ മുഖം തിരിഞ്ഞിരിക്കുകയാണ്, പുറം തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ. ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട സമയമായില്ലേ? ഈ ഒരു സമരം ശരിക്കും ദില്ലിയിലേക്കടക്കം, അവിടുത്തെ ഇരകളും അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള ആൾക്കാരും ദില്ലിയിലേക്കടക്കം ഈ സമരം മാറ്റേണ്ട സമയമായിട്ടില്ലേ? തീർച്ചയായും തീർച്ചയായും ഇത് വളരെ നിഷേധാത്മക നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് വെച്ച് പുറത്തിപ്പോരുന്നത്. കാരണം നമുക്കറിയാം, ഇങ്ങനെ ഒരു വലിയ ദുരന്തം, ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരലും വരെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായി നിന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി പ്രധാനമന്ത്രി വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ. പക്ഷേ പ്രധാനമന്ത്രി വന്നിറങ്ങിപ്പോയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് എല്ലാം കണ്ട് അദ്ദേഹത്തിന് ഒരു ഇമേജ് ക്രിയേഷൻ നടത്തുന്ന പരിപാടി അല്ലാതെ ഈ ജനതയുടെ പ്രയാസവും ബുദ്ധിമുട്ടും അവിടെ കണ്ടുപോയത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തട്ടിയില്ല എന്നുള്ളതാണ് ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് പോലും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ സംഭവം എത്തിയിട്ടില്ല. കേവലം ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേഷൻ അപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ കണ്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഈ വയനാട്ടിൽ വന്നു പോകുമ്പോൾ കേരള ഗവൺമെന്റ് കൊടുത്ത കണക്കവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന് താല്പര്യം മാറ്റിവെക്കട്ടെ. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും വന്ന് കണ്ടാൽ അദ്ദേഹത്തിന് ഒരു കണക്കുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നോക്കിക്കണ്ട ഒരു ദുരന്തം ഉണ്ടാവില്ലേ? ദുരന്തം ഉണ്ടല്ലോ. ആ മുഖത്ത് എന്ത് കൊടുക്കാമെന്നുള്ള ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തുക പ്രഖ്യാപിക്കാമല്ലോ. സംസ്ഥാന ഗവൺമെന്റ് കണക്കൊക്കെ മാറ്റിവെക്കട്ടെ, അവിടെ ആവശ്യങ്ങൾ മാറ്റിവെക്കട്ടെ. എന്നാൽ അതിന് പോലും തയ്യാറാവാതെ ആന്ധ്രയെയും അതുപോലെ തെലങ്കാനയും ഉൾപ്പെടെ സ്ഥലങ്ങളെ സഹായിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ജനം തെരുവിലിറങ്ങി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനിയും നമ്മൾ പ്രതികരിക്കാതെ മുമ്പോട്ട് പോകേണ്ട അവസ്ഥയിലെ മറിച്ച് അതിശക്തമായി ഡൽഹിയിലേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇവിടെ ഇടതുപക്ഷം ഡൽഹിയിലേക്ക് ഈ ദുരന്തബാധിതരടക്കം കൂട്ടിക്കൊണ്ടുള്ള സമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.